പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു ഗാനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ മകൾ ഭാഗ്യത്തെ ഓർത്ത് അടിയൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവം യൂട്യൂബിൽ കൂടെ കടന്നു വരുവാനും ഈ ഗാനം ആലപിക്കുവാനും സർവശക്തനായ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ ഒരു അവസരം നൽകിയല്ലോ. കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം അടിയനെ യൂട്യൂബിൽ കൂടെ ശ്രമിക്കുന്ന എല്ലാ ജാതി മത സംഘടനാ വ്യത്യാസമെന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിച്ചുകൊണ്ട്, ഇത് ഒരു ആർക്കും ഇഷ്ടപ്പെടാത്തൊരു ഗാനമാണ്. എന്നാലും യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും അതിനെക്കുറിച്ചുള്ള ഒരു ഗാനവുമാണ്. പഴയ ഭക്തന്മാരൊക്കെ പാടിയ പഴയ ഭക്തന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 11 നൂറ്റാണ്ടിലെ ഭക്തന്മാരൊക്കെ പാടിയത്. അതിൻ്റെ ഈണങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ ഇത് ഞാൻ അതിനോട് ചേർത്തല്ല. എങ്കിലും എനിക്ക് കിട്ടിയ ഈരടികൾ എഴുതി ഒന്ന് പാടുവാനായി താല്പര്യപ്പെടുന്നു. പ്രാർത്ഥനയോടെ ഈ ഗാനത്തെ ശ്രവിക്കാം. ശുദ്ധിക്കായി നാമുക്കുണ്ടല്ലോ ദിവ്യ സമ്പത്താം യേശു രക്തത്തെ. ശുദ്ധിക്കായി നാമുക്കുണ്ടല്ലോ ദിവ്യ സമ്പത്താം യേശു രക്തത്തെ. നിത്യവും നമ്മൾ പാനം ചെയ്യുകയില്ല, ശുദ്ധരായി നാമും തീരുമേ. നിത്യവും നമ്മൾ പാനം ചെയ്യുകയില്ല, ശുദ്ധരായി നാമും തീരുമേ. കാൽവരിയാക പീഠത്തിൽ കൂടെ ഗമിച്ചിടുന്ന രക്തത്തിൽ, കാൽവരിയാക പീഠത്തിൽ കൂടെ ഗമിച്ചിടുന്ന രക്തത്തിൽ, കായത്തെ നാമും ഏൽപ്പിച്ചെങ്കിൽ ശുദ്ധി വന്നിടും തൽക്ഷണം. കായത്തെ നാമും ഏൽപ്പിച്ചെങ്കിലോ ശുദ്ധി വന്നിടും തൽക്ഷണം. ഹൃദയത്തിൻ്റെ ശുദ്ധിക്കായി നാമു കേശുവിൻ്റെ രക്തമല്ലാതെ, ഹൃദയത്തിൻ്റെ ശുദ്ധിക്കായി നാമു കേശുവിൻ്റെ രക്തമല്ലാതെ, ഉദയ സൂര്യൻ കീഴിലായിട്ട് കാണുന്നില്ല വേറൊന്നിനെ. ഉദയ സൂര്യൻ കീഴിലായിട്ട് കാണുന്നില്ല വേറൊന്നിനെ. രക്തവർണ്ണമാം നമ്മുടെ പാപം ഹിമം പോൽ വെളുപ്പിക്കുവാൻ, രക്തവർണ്ണമാം നമ്മുടെ പാപം ഹിമം പോൽ വെളുപ്പിക്കുവാൻ, രക്തം ചൊരിഞ്ഞു യേശുദേവനും നമ്മെ വീണ്ടെടുത്തിടുവാൻ. രക്തം ചൊരിഞ്ഞു യേശുദേവനും നമ്മെ വീണ്ടെടുത്തിടുവാൻ. ആദമ്യ പാപം ആകെ തീർക്കുവാൻ ആദിനാഥനാം കാൽവരി. ആദമ്യ പാപം ആകെ തീർക്കുവാൻ ആദിനാഥനാം കാൽവരി.
ആമയാം ഹീനനായി നിന്നീത ആണിയേൽക്കുന്നു കാണുക. ആമയാം ഹീനനായി നിന്നീത ആണിയേൽക്കുന്നു കാണുക. ആണി മാത്രമോ കുന്തവും തൻ്റെ മാർവിൽ നാമുക്കയേൽക്കുന്നു. ആണി മാത്രമോ കുന്തവും തൻ്റെ മാർവിൽ നാമുക്കയേൽക്കുന്നു. കാണി നേരം കളയാതെ നീയും ഏറ്റുകൊള്ളുക ശുദ്ധിയെ. കാണി നേരം കളയാതെ നീയും ഏറ്റുകൊള്ളുക ശുദ്ധിയെ. കാൽവരിയാഗപീഠത്തിൻ ഫലം വ്യോമരെല്ലാം ശിഷ്ടരായി. കാൽവരിയാഗപീഠത്തിൻ ഫലം വ്യോമരെല്ലാം ശിഷ്ടരായി. ഉറ്റുനോക്കുന്ന പാപികൾക്കൊക്കെ രക്ഷയെ നൽകും കാൽവരി. ഉറ്റുനോക്കുന്ന പാപികൾക്കൊക്കെ രക്ഷയെ നൽകും കാൽവരി. കുറ്റമറ്റതാം ദിവ്യരക്തം നിൻ അല്ലൽ തീർത്തിടാൻ പാപിയേ. കുറ്റമറ്റതാം ദിവ്യരക്തം നിൻ അല്ലൽ തീർത്തിടാൻ പാപിയേ. കുഞ്ഞാടായവൻ നിന്നു കൊണ്ടിത ക്രൂശിലേക്കൊഴുക്കിടുന്നു. കുഞ്ഞാടായവൻ നിന്നു കൊണ്ടിത ക്രൂശിലേക്കൊഴുക്കിടുന്നു. നിത്യവും നീയാ രക്തത്തിൽ സ്നാനം ഏറ്റിടിൽ നീയും ശുദ്ധനാ. നിത്യവും നീയാ രക്തത്തിൽ സ്നാനം ഏറ്റിടിൽ നീയും ശുദ്ധനാ. അല്ലൽ തീർന്നു നീ ഉത്തമനോടു സ്വർപ്പുരത്തിലിരുന്നിട. അല്ലൽ തീർന്നു നീ ഉത്തമനോടു സ്വർപ്പുരത്തിലിരുന്നിട. ശുദ്ധിക്കായി നാമോക്കുണ്ടല്ലോ ദിവ്യ സമ്പത്താം യേശു രക്തത്തെ. ശുദ്ധിക്കായി നാമോക്കുണ്ടല്ലോ ദിവ്യ സമ്പത്താം യേശു രക്തത്തെ. നിത്യവോ നമ്മൾ പാനം ചെയ്കില ശുദ്ധരായി നാമും തീരുമേ. നിത്യവോ നമ്മൾ പാനം ചെയ്കില ശുദ്ധരായി നാമും തീരുമേ. നിത്യവോ നമ്മൾ പാനം ചെയ്കില ശുദ്ധരായി നാമും തീരുമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും അതിൽ നിന്നൊഴുകിയ യേശുക്രിസ്തുവിൻ്റെ കുറിച്ചുള്ള ഈരടികൾ പാടി കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. മത്തായി 5:8 പറയുന്നു,
ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എബ്രായർ 9:22 പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. എബ്രായർ 12:24 പറയുന്നു, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. എബ്രായർ 12:14 പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ തിരുവെഴുത്തുകളിൻ പ്രകാരം നാം പലപ്പോഴും കേൾക്കാറുള്ളത് പോലെ ഒരു പാവി ഏത് സമയത്തും ആ കൃപാസനത്തെങ്കിലേക്ക് എബ്രായർ 4:16 പറയുന്നത് പോലെ അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തത്സമയത്ത് കൃപ പ്രാപിപ്പാനുമായി ഏത് സമയത്തും ധൈര്യത്തോടെ നമുക്ക് കൃപാസനത്തെങ്കിലേക്ക് അടുത്ത് ചെല്ലാം. തിരുവെഴുത്തുകളിൽ പുറകോട്ട് നോക്കിയാൽ മഹാപുരോഹിതൻ പോലും വർഷത്തിലൊരിക്കൽ, മഹാപാപ പരിഹാര ദിവസം ആണ്ടിലൊരിക്കൽ ആട്ടുകൊറ്റൻ്റെയോ കാളക്കൊറ്റൻ്റെയോ കോലാട്ടുകൊറ്റൻ്റെയോ കാളക്കുട്ടിയുടെയോ പശുക്കിടാവിൻ്റെ രക്തവുമായി വർഷത്തിലൊരിക്കൽ പ്രാകാരത്തിൽ വന്ന് യാഗമർപ്പിച്ചതിനനന്തരം വിശുദ്ധ സ്ഥലത്ത് കയറുന്നതിന് മുൻപ് താമ്രത്തൊട്ടിയിൽ ദേഹം കഴുകി ശുദ്ധിയാക്കി വസ്ത്രം ധരിച്ച് നേരെ വിശുദ്ധ സ്ഥലത്ത് ചെന്ന് അവിടുന്ന് തിരശീലയിൽ തൊട്ടുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുന്നു. അവിടെ ദൈവം ചോരത്തളി നടന്നതിനനന്തരം ദൈവം കൃപാസനത്തിൻ്റെ 2 സൈഡിലുള്ള കെരൂബുകളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ തേജസ് ശക്കേന അവിടെ ഇറങ്ങുന്നു. അവിടെ ഇറങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ ഏകദേശം 3000 അടി, സമാഗമന കൂടാരത്തിന് ഏകദേശം 3000 അടി ദൂരത്ത് പാർക്കുന്ന ഇസ്രായേൽ ജനം അവർ ഓടി വരുന്നു. ദൈവത്തിൻ്റെ ശക്കേന കണ്ടുകൊണ്ട്, തേജസ് കണ്ടുകൊണ്ട് അവർ ഓടി വരുന്നു. അവർ അവരുടെ കുറവുകളെ ഏറ്റുപറയുന്ന ഒരു സങ്കീർത്തനമാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം. അവർ വരുമ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ഏക വഴി, ഏകവാതിലാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിഴലായി നിൽക്കുന്ന കിഴക്ക് വശത്ത് യഹൂദ ഗോത്രത്തിൻ്റെ കൊടി അടയാളമുള്ള സിംഹം പാറിപ്പറക്കുമ്പോൾ അതിൻ്റെ ദൂരെ മാറി നിന്നുകൊണ്ട് ഇസ്രായേൽ ജനം വായിക്കുന്ന ഒരു ബോർഡാണ്, അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു വചനമാണ് 1-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ശക്കന അവിടെ തേജസ് അവിടെ നിറഞ്ഞു നിൽക്കുമ്പോൾ ജനം തങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുന്നത് നാം കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് യെശയ്യാ 1:18 പറയുന്നത് പോലെ നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നും രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും അത് പഞ്ഞി പോലെയാക്കി തീർക്കാമെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്. ആ വചനപ്രകാരം യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 1:7 പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണത്താൽ ഏത് പാപിക്കും ജാതി മത സംഘടനാ വ്യത്യാസമല്ല, ഏവർക്ക് ഏത് സമയത്തും യേശുവേ ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. കാൽവരിയിൽ 2025 വർഷങ്ങൾക്ക് മുൻപ് മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ജാതി മത സംഘടന ഭാഷ വർഗ വ്യത്യാസമന്നെ ഏവർക്കും വേണ്ടി ഒഴുക്കിയ ആ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചു വന്നാൽ നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിച്ച് കഴുകി ശുദ്ധീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ മകനാക്കി മകളാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സന്ദേശത്തിലൂടെ അനേകർക്ക് ഇതൊരു പ്രയോജനമാകട്ടെ. എന്ത് പാപം ചെയ്തു എന്നുള്ളതല്ല, മേലാൽ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒരിക്കലേറ്റ് പറഞ്ഞ് വരുന്നൊരു പാപിക്ക്
മാനസാന്തരവും രക്ഷയും നൽകി മകനാക്കി മകളാക്കി മാറ്റി ദൈവം മാറ്റുവാൻ ശക്തനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാതി മത സംഘടന വ്യത്യാസമന്നെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മേ ഗോഡ് ബ്ലസ് യു ആൾ അബണ്ടലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.